ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എല്ലാ മതസ്ഥർക്കും ഒരു ദിവസം അവരുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിനെക്കുറിച്ച് ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ടുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നവംബർ 2-ാം തീയതി സകല മരിച്ചവരെയും ഓർക്കുന്ന ദിവസമാണ്. യേശു പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യം ഇവിടെയാണ്. യേശു ലാസറിൻ്റെ കുഴിമാടത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ദൈവവചനം ഉച്ചരിച്ച നിമിഷം തന്നെ ലാസർ ഉയർത്തെഴുന്നേറ്റു. ഇതുവഴിയായി നമ്മുടെ ഓരോരുത്തരെയും മരണത്തിലൂടെ നമ്മൾ നിത്യജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മരിച്ചുപോയവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും ദൈവസന്നിധിയിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണ്. അതിനുള്ള സാധ്യതകളെല്ലാം യേശു തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിതാവായ ദൈവം അയച്ച പുത്രനിൽ വിശ്വസിക്കുക എന്നതാണ് നിത്യജീവനെന്ന് അവിടുന്ന് അരുളി ചെയ്തിരിക്കുന്നു. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ നിത്യം ജീവിക്കും എന്ന് അരുളി ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവന് നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നും അരുളി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ദൈവം തന്നിട്ടുള്ള ഈ വലിയ ഭാഗ്യത്തെ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ മരണം മൂലം വേർപിരിഞ്ഞു പോയവർക്ക് വേണ്ടി ഇന്നേ ദിവസവും ഈ മാസവും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യമായ ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കു വേണ്ടിയും ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയിലും തുടർന്നുള്ള തിരുകർമ്മങ്ങളും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഉറവകൾ വറ്റിയുണങ്ങുന്നു, നദികൾ വരണ്ടു നിലയ്ക്കുന്നു, ജീവികൾ വീണു മരിക്കുന്നു, വിജനതയെന്നും പടരുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ വർഷം സെമിത്തേരി വെഞ്ചരിപ്പിന് ഒരു പ്രത്യേകതയുള്ളത്, നമ്മൾ സെമിത്തേരിയിലെ ആൾത്താരകൾ നവീകരിച്ചു. അതോടൊപ്പം തന്നെ സെമിത്തേരി ഡ്രസ് വർക്ക് ചെയ്തു. അത് വലിയൊരു സൗകര്യം അതുവഴിയായിട്ട്, അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ ചൈതന്യവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ സമയം നന്ദിയോടെ ഓർക്കുകയാണ്. ഡ്രസ് വർക്കിന് സാമ്പത്തിക സഹായം നൽകിയ അവറാച്ച് തിരുദിനത്തില്, സുഭാഷ് തിരുദിനത്തില്, ഷാജു തിരുദിനത്തില് എന്നിവരെയും ഡ്രസ് വർക്ക് ഏറ്റവും ഭംഗിയായി വളരെ സൗകര്യപ്രദമായും ചെയ്തു തന്ന ആൻഡ്രൂ കരിങ്ങെ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും എല്ലാം ഈ സമയം നന്ദിയോടെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ അൾത്താരയുടെ നവീകരണത്തിനു വേണ്ടി സാമ്പത്തിക സഹായം നൽകിയത് ബേബി കോളാട്ടുപടി ചേട്ടനാണ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും എല്ലാം ഈ സമയം നന്ദിയോടെ ഓർക്കുകയാണ്. അൾത്താരയുടെ ഈ വർക്ക് നമുക്ക് വേണ്ടി ക്രമീകരിച്ചു തന്നത് സിജോ ആണ്. ആലുവ അടുത്തുള്ള ചുണങ്ങമ്പേരിയിൽ അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ടാകും. അദ്ദേഹത്തെയും നന്ദിയോടെ ഈ സമയം ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൈക്കാരന്മാരും പാരിഷ് കൗൺസിൽ അംഗങ്ങളും അതുപോലെ തന്നെ ഇവിടെ ദേവാലയ സ്റ്റാഫ് അംഗങ്ങളുമൊക്കെ ഇക്കാര്യത്തിലും വളരെയധികം സഹായിക്കുകയുണ്ട്. കൊച്ചച്ഛൻ ഇക്കാര്യത്തിൽ അനുനയിച്ച് വളരെയേറെ താല്പര്യമെടുത്തത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നതിന് മുന്നിൽ നിന്നു. നന്ദിയോടെ എല്ലാവരെയും ഓർക്കുകയാണ്. പാരിഷ് കൗൺസിൽ അംഗങ്ങൾ ഇതിനു വേണ്ടി ഒരുമിച്ച് നിന്ന് നല്ല തീരുമാനങ്ങളെടുക്കാൻ സഹായിച്ചു. നല്ല മനസ്സാണ് അതിലെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുക. ഈ വർഷം വളരെയേറെ
മഴയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വെയിൽ വരാൻ പോവുകയാണ്. നമുക്ക് വളരെയേറെ സൗകര്യപ്രദമായി നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഡ്രസ് വർക്കും അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ ചൈതന്യത്തിലേക്ക് വരാനുള്ള അൾത്താരയും തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വെഞ്ചരിപ്പ് കർമ്മത്തിലേക്ക് പ്രവേശിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുത്തെ അനുഗ്രഹങ്ങൾ മറക്കരുത്. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. അവിടെ നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖമാക്കുന്നു. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല. നമ്മുടെ പാപങ്ങൾക്ക് അനുസൃതമായി നമ്മെ ശിക്ഷിക്കുന്നുമില്ല. മനുഷ്യ ജീവിതം പിതാവ് മക്കളോടെന്ന പോലെ കർത്താവ് തന്റെ ഭക്തരോട് കാരുണ്യം കാണിക്കുന്നു. മനുഷ്യ ജീവിതം കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യ ജീവിതം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ സ്വരം ശ്രമിക്കുന്ന സമയം വരുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രമിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നെ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നെ തന്നെ ജീവൻ ഉണ്ടാകുവാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കുവാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറകളിൽ ഉള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രമിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. അൾത്താരയിൽ പുതുതായി നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്ന ആ രൂപങ്ങളും ചിത്രങ്ങളും ഒക്കെ ഈ സമയം വെഞ്ചരിക്കുകയാണ്. നമുക്ക് വെഞ്ചരിപ്പ് കർമ്മത്തിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. ഞങ്ങളോടുള്ള സ്നേഹത്താൽ മനുഷ്യനായി അവതരിക്കുകയും പീഡാസകരവും കുരിശുവന്ന ഉദ്ധാനം വഴി ഞങ്ങളെ വീണ്ടെടുത്ത് ദൈവമക്കളാക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ നന്മയ്ക്കുമായി ഞങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈശോയുടെ ഈ രൂപത്തെ ദയാപൂർവം ആശീർവദിക്കണമേ. ലോകാവസാനത്തോളം ഞങ്ങളോട് കൂടെയുള്ള അങ്ങയുടെ സജീവ സാന്നിധ്യത്തിന്റെയും രക്ഷാകര പ്രവൃത്തിയുടെയും അനുഗ്രഹീത സ്മരണ ഈ രൂപം ഞങ്ങളിൽ ഉളവാക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വൈകുന്നേരമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ എന്നരുളി ചെയ്ത മിശിഹായെ, അങ്ങയുടെ പക്കൽ നിരന്തരം അണിയുവാൻ ഈ രൂപം ഞങ്ങൾക്ക് പ്രേരണ അരുളട്ടെ. ഇത് സ്ഥാപിക്കപ്പെടുന്ന ഈ സെമിത്തേരിയിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഈ രൂപത്തിനുള്ളിൽ പ്രാർത്ഥിക്കുവാനായി ഒരുമിച്ച് കൂടുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ മരിച്ചുപോയവരെ അനുഗ്രഹിക്കുകയും നന്മയിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ക്രൂശിത രൂപം ആശീർവദിക്കുന്നു.
പരിഹാസത്തിന്റെ അടയാളമായിരുന്ന കുരിശിനെ മഹത്വത്തിന്റെയും രക്ഷയുടെയും അടയാളമായി ഉയർത്തിയ മിശിഹായെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ പീഡാനുഭവത്തെയും മരണത്തെയും അനുസ്മരിപ്പിക്കുന്ന ഈ ക്രൂശിത രൂപം അങ്ങ് ആശീർവദിക്കണമേ. ഇത് സ്ഥാപിക്കപ്പെടുന്ന ഈ സെമിത്തേരിയിൽ അങ്ങ് അർപ്പിച്ച ബലിയുടെ രക്ഷാകര ഫലങ്ങൾ ഉണ്ടാകുമാറാകട്ടെ. സ്വയം പരിധരിച്ചു മനുഷ്യന് ക്ലേശങ്ങളാകുന്ന കുരിശും വഹിച്ചും അങ്ങേ പിന്തുടരുവാൻ ഈ കുരിശ് ഞങ്ങൾക്ക് ശക്തി നൽകുകയും ചെയ്യട്ടെ. ഈ കുരിശിന്റെ ശക്തിയാൽ എല്ലാവിധ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിതരാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമെൻ എന്നരുളി ചെയ്ത മിശിഹായെ, അങ്ങയുടെ ആഹ്വാനം അനുസരിച്ച് അങ്ങേക്ക് സജീവ സാക്ഷ്യം വഹിച്ച വിശുദ്ധരെ സ്വർഗത്തിൽ ഞങ്ങൾക്ക് മധ്യസ്ഥരും ഭൂമിയിൽ ഞങ്ങൾക്ക് മാതൃകളുമായി നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇവിടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഈ രൂപം ആശീർവദിക്കണമേ. ഇത് സ്ഥാപിക്കപ്പെടുന്ന ഈ സെമിത്തേരിയിൽ അങ്ങയുടെ അനുഗ്രഹവും സാന്നിധ്യവും ഉണ്ടാകുമാറാകട്ടെ. ഭൂമിയുടെ ഒപ്പം ലോകത്തിന് പ്രകാശവുമായി ജീവിച്ച വിശുദ്ധരെ സുവിശേഷ ജനതയിൽ വളരുവാനും മനുഷ്യശേഷം സ്വർഗത്തിൽ അങ്ങയെ മുഖാമുഖം കണ്ട് ആനന്ദിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവിതകാലത്ത് ഞങ്ങളുടെ ആരംഭവും മരണശേഷം ഞങ്ങളുടെ ആനന്ദവുമായ മിശിഹായെ, മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരരെ ജീവന്റെ നാട്ടിലേക്ക് പ്രവേശിപ്പിക്കണമേ. കുരിശടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഖലകളിൽ അങ്ങ് പ്രത്യക്ഷനാകുമ്പോൾ അങ്ങയുടെ വലതുഭാഗം നിൽക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിക്കാത്തതുമായ സ്വർഗീയ ആനന്ദത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മരിച്ചവരുടെ ഓർമ്മ ദിനത്തിന്റെ പ്രാർത്ഥനയാണ്. എല്ലാവർക്കും ഭക്തിപൂർവ്വം പങ്കുചേരും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. മണ്ണിൽ നിന്നും ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാന വഴി നവീകരിക്കുന്നതിനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട മരണം പോലെ വേർപിരിഞ്ഞു പോയവരുടെ ഓർമ്മയെ ആചരിക്കുന്ന ഈ ദിവസത്തിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും. എല്ലാവരും അങ്ങയെ കാത്തിരിക്കുന്നു. പാപികൾ ഞങ്ങളിതാ കൃപ തേടുന്നു. ദുഃഖിതരങ്ങേ തൃപ്പാദം ഭക്തിയോടെന്നും പൂക്കുന്നു. വൈരികളാലെ വലയിതരാ ഞങ്ങൾക്ക് അപകടമടയാതെ നാഥാനീ അഭയം നൽകണമേ. അങ്ങു ഞങ്ങളെ വിസ്മരിക്കരുതേ. അന്തിമ ദിവസത്തിൽ ചിന്തയുദിക്കുമ്പോൾ ആകുലനാകും നീ. പൂജിതമാന്നി കൈകളിലെ അന്തിമ രംഗമൊരുക്കണമേ. ഉപവിതണുത്തു ലോകത്തിൽ നീതിയുറങ്ങി പാപത്തിൽ മാലിന്യം ഭൂമിൽ നിറയുന്നു. നല്ലവനാകുന്നു. ദ്രോഹിലെ മനവാളൻ വാതിൽ
വയ്ക്കും. നീ മാത്രം നിലനിൽക്കുന്നു, അവനിയും അതിലുയരും ക്ഷണിക സുഖാശകളും മായാമയമല്ലോ. കരയും കടലും മറയുന്നു, മലയും മരവും തകരുന്നു, മാഞ്ഞടിയുന്നു മന്നവരും മാറ്റമിടാത്തോ നീ മാത്രം. മറ്റെല്ലാം ശൂന്യം നിശൂന്യം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സൂര്യൻ മങ്ങുന്നു, ചന്ദ്രൻ മറയുന്നു, തിമിരം തിങ്ങുന്നു, താരകൾ വീണു നുറുങ്ങുന്നു, മാരിടമൊന്നായി ഉരുകുന്നു, മൃതരെല്ലാവരും ഉണരുന്നു, പരിശുദ്ധന്മാർ അണിയണിയായി തിരുമുൻപിൽ പ്രഭയോടണയുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം. അങ്ങേ അനുഗമിക്കുന്നവർക്ക് നേർവഴി കാട്ടുന്ന പരമകാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അങ്ങേക്ക് സാക്ഷിയായി ജീവിച്ചിരുന്ന ഈ സഹോദരങ്ങളെ പ്രകാശത്തിന്റെ നാട്ടിലേക്ക് പ്രവേശിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുമ്പോൾ എന്നോട് കരുണ തോന്നണമേ. എന്റെ രക്ഷകനായ ദൈവമേ, രാവുപകലും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. എന്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. ഞാൻ നിസ്സഹായനായി തീർന്നു. കുഴിമാടങ്ങളെ ശയിക്കുന്നവരുടെ ഗണത്തിൽ ഞാൻ എണ്ണപ്പെടുകയും ചെയ്തു. എല്ലാ ദിവസവും ഞാൻ അങ്ങയോട് പ്രാർത്ഥിച്ചു. അങ്ങേ പക്കലേക്ക് ഞാൻ കൈകൾ ഉയർത്തി. എന്നിൽ നിന്നും മുഖം തിരിക്കുകയോ എന്നെ മറന്നു കളയുകയോ ചെയ്യരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും ഞാൻ പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുമ്പോൾ എന്നോട് കരുണ തോന്നണമേ. പാപികൾ നിന്നെ വിളിക്കുന്നു, പ്രാർത്ഥന സദയം കേൾക്കണമേ, പാപവിമോചനമേകണമേ. മധ്യകുലത്തിൻ പാപങ്ങൾ കൃത്യമളന്നു വിധിച്ചിടുകിൽ പരിപാവനമാം പറുദീസ നേടാനർഹതയാർക്കുണ്ടാ. ഭയമിവരെ തള്ളരുതേ, നരകത്തേയിലടക്കരുതേ, നിത്യാനന്ദം നുകരാനായി വാനിവർക്കു തുറക്കണമേ. സെമിത്തേരി വെഞ്ചിരിപ്പാണ്. സുബത്തേരിയിലെ വെഞ്ചിരിക്കാൻ വരുന്നതിന് വേണ്ടി നിങ്ങൾ സ്ഥലത്ത് ഒതുങ്ങി നിന്ന് സൗകര്യം ചെയ്തു തരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയെന്നാഥ. തിരുസന്നിധിയിൽ പൂർവന്മാരാ നോഹബരാഹം ഇസഹാക്ക് യാക്കോബ് മഹിതാശയർത്തൻ പരിപാവനമാ ബലികൾ പോലെ കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയെന്നാഥ. തിരുസന്നിധിയിൽ
ഞാൻ വിളിക്കുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവരുടെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. അഗാധത്തിൽ നിന്നും നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നീക്കുമാമേൻ. സർവശക്തനായ ദൈവമേ, ലോകത്തിൽ അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിൽ അങ്ങ് സജ്ജമാക്കിയിരിക്കുന്ന മന്ദിരങ്ങൾ എത്ര മനോഹരവും മഹനീയവും ആകുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയെ ആചരിക്കുന്ന ഈ ദിവസത്തിൽ ഞങ്ങളെ എളിയവരായ ഞങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കസ്തൂരിയുടെ പ്രാർത്ഥനയാണിത്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. നീതിമാന്മാരായ വിശ്വാസികളിലും പരിശുദ്ധരായ പൂർവ്വപിതാക്കന്മാരിലും അത്യന്തം സന്തുഷ്ടരായവരെ ആശീർവദിച്ച ദൈവമേ, ഇവരുടെ ഭവനങ്ങളെയും അതിൽ വസിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും അന്ത്യയാത്ര പിരിഞ്ഞു പോയവർക്ക് നിത്യാനന്ദം കൽപ്പിച്ചരുളണമേ. പൂർവ്വപിതാവായ അബ്രാഹത്തിന്റെയും നീതിമാനായ ജോബിന്റെയും ഭവനങ്ങൾ പോലെ ഇവരുടെ എല്ലാ ഭവനങ്ങളും ഐശ്വര്യപൂർണ്ണമായി തീരട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അനന്തമായ അനാദിയായ ദൈവമേ, ഉന്നതനായ രാജാവേ, അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പോഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ അരുളി ചെയ്തു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്നും അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവിനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറകളിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുദ്ധാനം പകരുന്നല്ലോ. വാഴ്ത്തിടുന്നേ. ഒഴുകി വരുന്നു വാനവകാരം, ഒഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൽ പുലരി വരുന്നു. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുദ്ധാനം പകരുന്നല്ലോ. വാഴ്ത്തിടുന്നേ. ഒരുപാട്
സമാപന ആശീർവാദ പ്രാർത്ഥന. സ്നേഹസമ്പന്നനായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞു പോയ സകല മരിച്ചവരുടെയും ഓർമ്മയാചരിക്കുന്ന ഞങ്ങളെ കാരുണ്യപൂർവ്വം തൃക്കൺപാർക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഇവർക്ക് മോചനം നൽകുകയും ഇവരുടെ ബന്ധുബന്ധങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഈ തിരുക്കർമ്മങ്ങളെ സംബന്ധിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും